السلام عليكم ورحمة الله. بسم الله والحمد لله وكفى وسلام على عباده المصطفى وعلى آله وأصحابه الشرفاء أما بعد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. സ്നേഹാദരണീയരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ആരോഗ്യം അതിമഹത്തായ അനുഗ്രഹമാണ്. ഏത് അനുഗ്രഹവും ആസ്വദിക്കണമെങ്കിൽ ആരോഗ്യം വേണം. ആരോഗ്യവാനായി ജീവിക്കാനാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഅ്മിനൽ ഖവിയ്യ. നിശ്ചയം അല്ലാഹു ആരോഗ്യവാനായ വിശ്വാസിയെ ഇഷ്ടപ്പെടുന്നുണ്ട്. ആരോഗ്യവാനായ മുഅ്മിനെയാണ് അല്ലാഹു പ്രത്യേകം ഇഷ്ടപ്പെടുന്നത്. കാരണം നിർമ്മാണാത്മകമായ ഒരു ജീവിതം നയിക്കാൻ അവന് മാത്രമേ സാധിക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായി കാണാം, മാ സഅലല്ലാഹ അബ്ദുൻ ശൈഅൻ അഹബ്ബ ഇലൈഹി മിൻ അൻ യസ്അലഹുൽ ആഫിയ. ആരോഗ്യത്തെ ചോദിക്കുന്നതിനേക്കാൾ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട മറ്റൊരു കാര്യവുമില്ല. ഒരടിമയും ഉടമയായ അള്ളാഹുവിനോട് ചോദിക്കുന്ന വിഷയങ്ങളിൽ ആരോഗ്യത്തെ ചോദിക്കുന്നതിനേക്കാൾ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട മറ്റൊന്നുമില്ല. ഞാൻ എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് മുത്തുനബിയോട് ഒരു സ്വഹാബി വന്ന് ചോദിച്ചപ്പോ അവിടുന്ന് പ്രതികരിച്ചത് ഇങ്ങനെയാണ്, സലുല്ലാഹ അൽ ആഫിയ ഫിദ്ദുനിയ വൽ ആഖിറ. നീ അള്ളാഹുവോട് ആരോഗ്യത്തെ ചോദിക്കുക, ദുനിയാവിലും ആഖിറത്തിലും. രണ്ട് ലോകത്തെ ജീവിതത്തിലുമുണ്ട് ആരോഗ്യം. ദുനിയാവിലും ആഖിറത്തിലും ആരോഗ്യത്തിന് വേണ്ടി അള്ളാഹുവോട് ചോദിക്കുക. അതായത് അസ്അലുക്കൽ അഫ്വ വൽ ആഫിയ. സാധാരണ നമ്മുടെ ദൈനംദിന ദുആകളിലൊക്കെ കടന്നു വരേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനാ ശകലമാണിത്. അസ്അലുക്കൽ അഫ്വ വൽ ആഫിയ. നിന്റെ വിട്ടുവീഴ്ചയെയും നിന്റെ ഭാഗത്തു നിന്ന് പ്രത്യേക ആരോഗ്യം നൽകുന്നതിനെയും ഞാൻ ചോദിക്കുന്നു. സ്വന്തം ശരീരത്തെയോ മനസ്സിനെയോ അപകടപ്പെടുത്തുന്ന സകലമാന സംഗതികളെയും ഇസ്ലാം നിരാകരിക്കുന്നുണ്ട്. യുരീദുല്ലാഹ ബിക്കുമുൽ യുസ്ര വലാ യുരീദു ബിക്കുമുൽ ഉസ്ര. അള്ളാഹു നിങ്ങൾക്ക് എളുപ്പത്തെയാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങളെ പ്രയാസപ്പെടുത്താനോ കഷ്ടപ്പെടുത്താനോ ഒരിക്കലും അള്ളാഹുവിന് താല്പര്യമില്ല. ഖുദൂ ഹിദ്റക്കും. നിങ്ങൾ പ്രത്യേകം പ്രൊട്ടക്ഷൻ ശ്രദ്ധിക്കണം. ഹിദ്ർ, ഖുദൂ ഹിദ്റക്കും, പ്രതിരോധം സ്വീകരിക്കണം. വലാ തുൽഖൂ ബിഐദീകും ഇലൽ തഹ്ലുക. നാശത്തിലേക്ക് നിങ്ങളെ തന്നെ എറിഞ്ഞു കൊടുക്കരുത്. നിങ്ങളുടെ കരങ്ങളെ, നിങ്ങളുടെ ശരീരങ്ങളെ, നിങ്ങളുടെ മറ്റു സംഗതികളെ നാശത്തിലേക്ക് നിങ്ങൾ സ്വയം എറിഞ്ഞു കൊടുക്കരുത്. ചാവേറുകളാകാൻ ശ്രമിക്കരുത്. ശരീരത്തിന് ക്ഷീണം സംഭവിക്കുകയോ രോഗം വരികയോ ചെയ്യുമ്പോൾ മാത്രമേ ആരോഗ്യത്തിന്റെ വില നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. നമ്മളെന്നും ആരോഗ്യവാന്മാരായി നിലകൊള്ളുമ്പോൾ അതിന്റെ മൂല്യവും പ്രാധാന്യവും വിലയുമൊന്നും നമുക്ക് പെട്ടെന്ന് ചിന്തിക്കാൻ കഴിയില്ല. അസ്സിഹ്ഹത്തു താജുൻ അലാ റൂസിൽ അസ്സിഹാഹി ലാ യറാഹു ഇല്ലൽ മർള. ആരോഗ്യം എന്ന് പറയുന്നത് അത് കിരീടമാണ്. ആരോഗ്യം അതൊരു കിരീടമാണ്. ആരോഗ്യവാന്മാരുടെ തലയിൽ വെക്കുന്ന കിരീടമാണ് ആരോഗ്യം എന്ന് പറയുന്നത്. രോഗമുള്ള ആളുകൾക്ക് മാത്രമേ, രോഗികൾക്ക് മാത്രം അതിനെ കാണാൻ കഴിയില്ല. രോഗം വരുമ്പോഴാണ് അതിന്റെ വിലയും നിലയും നമുക്കറിയാൻ കഴിയുന്നത്. റോമാ ചക്രവർത്തിയുടെ പ്രതിനിധി ഒരിക്കൽ മദീനയിൽ വന്നു 6 മാസക്കാലം താമസിച്ചു. വിശദമായ പഠനം നടത്തി.
ഇവിടെ രോഗസാധ്യത കുറവാണ് എന്ന് അദ്ദേഹം വിധി എഴുതി. ഞങ്ങളുടെ ട്രീറ്റ്മെന്റ് ഇവിടെ ആവശ്യമില്ലെന്ന് പറഞ്ഞ് തിരിച്ചുപോയി. മദീനക്കാരായ ആളുകളിൽ, സ്വഹാബികളിൽ ആരോഗ്യാവസ്ഥ സജീവമായി നിലനിൽക്കുകയും രോഗം വളരെ കുറഞ്ഞു കാണുകയും ചെയ്തപ്പോ അതിന്റെ കാരണവും നിവാരണവും പഠിക്കാൻ വേണ്ടിയാണ് റോമാ ചക്രവർത്തിയുടെ പ്രതിനിധി മദീനത്തെത്തുന്നത്. ആ സംഘം 6 മാസക്കാലം താമസിച്ച് അവരുടെ ആരോഗ്യനിലയും ജീവിത നിലവാരവും ഒക്കെ പരിശോധിച്ച് പഠനം നടത്തി റിസൾട്ട് നൽകി അവർ തിരിച്ചുപോയി. ഞങ്ങളുടെ ആരോഗ്യപരമായ ട്രീറ്റ്മെന്റുകളൊന്നും, ബോധവൽക്കരണ പ്രവർത്തനങ്ങളൊന്നും ഇവിടെ ആവശ്യമില്ല. കാരണം അവരുടെ ജീവിത രീതിയായിരുന്നു അത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ശരിയായ ആരോഗ്യശാസ്ത്രം പഠിച്ച് ഇസ്ലാമിക ജീവിത രീതി ചിട്ടപ്പെടുത്തിയപ്പോ അവർക്ക് രോഗമില്ല. അവർ ആരോഗ്യ ദൃഢഗാത്രരായി ജീവിച്ചു. 70ഉം 75ഉം വയസ്സായിട്ടും പല്ല് കൊഴിയാത്ത, മുടി നിരക്കാത്ത, ശരീരം ഒടിഞ്ഞു കുത്താത്ത, വയറു ചാടാത്ത നല്ല ആരോഗ്യമുള്ള പ്രകൃതക്കാരായി അവരെ അനുഭവിക്കാൻ സാധിച്ചു. പരീക്ഷണങ്ങളും രോഗങ്ങളും ഒരിക്കലും ശിക്ഷയല്ല, അത് നമുക്ക് രക്ഷയാണ്. അത് അപകടമല്ല, അത് അനുഗ്രഹമാണ്. ഈമാൻ കൊണ്ടും ഇബാദത്ത് കൊണ്ടും രക്ഷപ്പെടാത്ത ചിലർക്ക് അള്ളാഹു ഉന്നത പദവി നൽകാൻ വേണ്ടിയാണ് ഇത്തരം അവസ്ഥ ഒരുക്കുന്നത്. കടുത്ത അഗ്നി പരീക്ഷണങ്ങൾ നൽകി മാരകമായ രോഗങ്ങൾ നിരന്തരം നൽകിക്കൊണ്ട് അള്ളാഹു ചിലരെയൊക്കെ പരീക്ഷിക്കും. കുറച്ചു കാലത്തെ കഠിനമായ മുസീബത്തിലൂടെയോ ഗുരുതരമായ രോഗത്തിലൂടെയോ അള്ളാഹു അത്യുന്നതമായ പദവികൾ നൽകി ചിലരെ ആദരിക്കുകയും ചെയ്യും. രോഗത്തിൽ കഷ്ടപ്പെടുന്നവർക്ക് പരലോകത്ത് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ കാണുമ്പോൾ ആരോഗ്യവാന്മാരായി ജീവിക്കാൻ കൊതിച്ചു പോകും. ആരോഗ്യ ദൃഢഗാത്രരായി ജീവിച്ച പലരും ആഗ്രഹിച്ചു പോകും, ഞങ്ങളും രോഗത്തിൽ കിടന്നിരുന്നെങ്കിൽ എന്ന്. രോഗത്തിൽ കഷ്ടപ്പെടുന്നവർക്ക് പരലോകത്ത് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ കാണുമ്പോൾ ആരോഗ്യ ദൃഢഗാത്രരായി ജീവിച്ചവർ പരലോകത്ത് എത്തുമ്പോൾ അവർ ആഗ്രഹിച്ചു പോകും, അവർ കൊതിച്ചു പോകും, ഞങ്ങളും രോഗത്തിൽ കിടന്നിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഞങ്ങളുടെ കവിളുകൾ തീച്ചൂളയിൽ പഴുപ്പിച്ച കത്രികകളെ കൊണ്ട് തുണ്ടം തുണ്ടമായി കഷ്ണിക്കപ്പെട്ടിരുന്നെങ്കിൽ ഇത്തരം ആനുകൂല്യങ്ങൾ, അനുഗ്രഹങ്ങൾ, അത്യുന്നതമായ പദവികൾ ഞങ്ങൾക്കും ലഭിക്കുമായിരുന്നില്ലേ എന്നവർ ആഗ്രഹിച്ചു പോകുമെന്നാണ് മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. യുഅ്താ ബിഅഹ്ലിൽ ബലാഇ ഫലാ യുൻസബു ലഹും മീസാൻ വലാ യുൻശറു ലഹും ദീവാൻ യുസബ്ബു അലൈഹിമുൽ അജ്റു സബ്ബ ബിഗൈരി ഹിസാബ്. ثم قرأ قول الله عز وجل إنما يوفى الصابرون أجرهم بغير حساب. ഐഹിക ജീവിതത്തിൽ പ്രയാസങ്ങൾ അനുഭവിച്ചവരെ പരലോകത്ത് കൊണ്ടുവരപ്പെടും. അവർക്ക് അവരുടെ ആരാധനാ കാര്യം, കർമ്മങ്ങൾ പ്രത്യേകം തൂക്കുന്ന ത്രാസുകൾ വരെ കൊണ്ടുവരില്ല. അവർക്ക് കണക്കും കയ്യും പരിധിയുമില്ലാതെ പ്രതിഫലം ലഭിക്കപ്പെടും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിന്റെ ആയത്ത് ഓതി കേൾപ്പിച്ചു കൊടുത്തു, ഇന്നമാ യുവഫസ് സ്വാബിറൂന അജ്റുഹും. പ്രതിസന്ധി ഘട്ടങ്ങളെ ക്ഷമയോടെ നേരിടുന്ന ആളുകൾക്ക് പരിധിയില്ലാതെ, കണക്കില്ലാതെ അവർക്ക് പ്രതിഫലം നൽകപ്പെടുക തന്നെ ചെയ്യും എന്ന്. ഇരുമ്പിന്റെ ചീർപ്പുകൊണ്ട് ഞങ്ങളുടെ ശരീരത്തിൽ വാർന്നിരുന്നെങ്കിൽ എന്നവർ കൊതിച്ചു പോകും. അത്രമേൽ ഉന്നതമായ പ്രതിഫലമാണ് അവർക്ക് ഓഫർ ചെയ്യപ്പെട്ടിട്ടുള്ളത്. അള്ളാഹുവിന്റെ ഖദായിലും ഖദറിലും തൃപ്തിപ്പെട്ടേ പറ്റൂ. ഏത് പ്രശ്നത്തെ അഭിമുഖീകരിക്കുമ്പോഴും, രോഗം, ദുരന്തം സംഭവിക്കുമ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും സ്വഹാബത്തിന്റെയും ഒക്കെ മാതൃക അതായിരുന്നു. ചരിത്രത്തിൽ നിന്ന് നമുക്ക് ധാരാളമായി വായിച്ചെടുക്കാൻ പറ്റും. റളീനാ ബിഖളാഇല്ലാ
വതസല്ലംനാ ലിഅംരില്ലാ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വിപൽ സന്ധികളിൽ ഇത്തരം വാചകങ്ങളായിരുന്നു അവരൊക്കെ പറഞ്ഞിരുന്നത്. അള്ളാഹുവിന്റെ ഖലാഇൽ ഞങ്ങൾ തൃപ്തരാണ്, അവന്റെ കൽപ്പന ഞങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു, അവനാണ് സർവസ്തുതിയും. മക്കൾ മരിച്ചപ്പോൾ, നിരന്തര രോഗങ്ങൾക്ക് അടിമപ്പെട്ടപ്പോഴുമെല്ലാം മുൻഗാമികളുടെ മാതൃക ഇതായിരുന്നു. ഇന്ന ഡോക്ടറാണ് എന്നെ രക്ഷപ്പെടുത്തിയത് എന്ന് പലരും പറയാറുണ്ട്. ഇഷ്ടം പോലെ പണം ഇടിച്ചു തള്ളിക്കൊണ്ടാണ് അസുഖം മാറിയത് എന്ന് ചിലരൊക്കെ വിചാരിക്കാറുണ്ട്. ഇത്തരം രോഗങ്ങൾ പാവപ്പെട്ടവർക്ക് വന്നാൽ അവർക്ക് എങ്ങനെയാണ് രക്ഷപ്പെടാൻ കഴിയുക എന്ന് ചിലരൊക്കെ ചോദിക്കാറുണ്ട്. ഒരു ഡോക്ടർക്കും യഥാർത്ഥത്തിൽ ഒരാളുടെയും രോഗം സുഖപ്പെടുത്താൻ കഴിയില്ല. രോഗം നൽകിയ അള്ളാഹുവിന് മാത്രമേ രോഗത്തിന്റെ ശമനവും നൽകാൻ സാധിക്കുകയുള്ളൂ. അല്ലാഹുമ്മ അൻത ശാഫി ലാ ശിഫാഅ ഇല്ലാ ശിഫാഉക. ഇതാണ് വിശ്വാസിയുടെ പ്രാർത്ഥന. അള്ളാഹുവേ, നീയാണ് രോഗത്തിന്റെ ശാന്തി നൽകുന്നത്, നിനക്കല്ലാതെ ശമനം നൽകാൻ കഴിയില്ല. രോഗം മാറ്റുന്നവൻ അള്ളാഹുവാണ്. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരിക്കൽ ചോദിച്ചു, ഫമാ ബാലു ത്വബീബ്, പിന്നെ ഡോക്ടറുടെ റോൾ എന്താണ്? രോഗം മാറ്റുന്നത് അള്ളാഹുവാണെങ്കിൽ പിന്നെ ഡോക്ടർക്ക് എന്ത് റോളാണുള്ളത്? അപ്പോൾ അള്ളാഹുവിന്റെ മറുപടി, റജുലുൻ ഉർസിലത് ദവാഉ അലാ യദൈ, അയാളുടെ കൈകളിലൂടെയാണ് രോഗത്തിന്റെ മരുന്ന് ലഭിക്കപ്പെടുന്നത്. അയാളെ ഒരു മരുന്ന് വിതരണക്കാരനായി നിയോഗിച്ചതാണെന്ന് മാത്രം. ഇന്നല്ലാഹ ലം യളഅ ദാഅൻ ഇല്ലാ വുദിഅ ലഹു ദവാ. മരുന്നില്ലാത്ത ഒരു രോഗവും അള്ളാഹു ഈ ഭൂമിയിൽ ഇറക്കിയിട്ടില്ല. പലപ്പോഴും വമ്പൻ പരസ്യങ്ങൾ കാണാറുണ്ട് നാം. തടി കുറക്കാം, അങ്ങനെ പലതും, വയറ് ഫ്ലാറ്റ് ആക്കാം, എങ്ങനെ തടി കുറക്കാം എന്നിങ്ങനെയുള്ള ഒരുപാട് പരസ്യങ്ങൾ. 63 വയസ്സ് ജീവിച്ചിട്ടും പുണ്യനബിയുടെ വയറ് ചാടിയിരുന്നില്ല, കുടവയറുണ്ടായിരുന്നില്ല, ഫ്ലാറ്റായിരുന്നു, നല്ല ആരോഗ്യവാനായിരുന്നു. ജിമ്മിനും കരാട്ടക്കും ഒന്നും പോകേണ്ടി വന്നില്ല. വയറും തടിയും കുറക്കാൻ നിത്യവും ഓടുന്നവർക്ക്, യന്ത്രങ്ങൾ വില കൊടുത്തു വാങ്ങി ഉപയോഗിക്കുന്നവർക്ക് ഒരു ടിപ്സ് കൂടിയാക്കി നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അള്ളാഹു തരുന്ന ശരീരത്തെ നാശത്തിലേക്ക് തള്ളിവിടാതിരിക്കുക. ഭക്ഷണം നിയന്ത്രിക്കുക, ആവശ്യത്തിന് വ്യായാമം ചെയ്യുക. ഫ്രീ കിട്ടുമ്പോ എത്രയും തിന്നാമെന്ന് ചിന്തിക്കാതിരിക്കുക. ഒരായുസ് മുഴുവനും തിന്നാനുള്ളത് 25 വയസ്സിനുള്ളിൽ വെട്ടി വിഴുങ്ങിയിട്ടുണ്ട് പലരും. അറ്റാക്കായി മരണം സംഭവിക്കും. അതായത് നിന്റെ കോട്ട കഴിഞ്ഞു എന്നാണ് ആ പറഞ്ഞതിന്റെ താല്പര്യം. നിവർന്ന് നിൽക്കാനും ജീവിക്കാനും ആവശ്യമായ ഭക്ഷണമാണ് കഴിക്കേണ്ടത്. ഏറ്റവും വലിയ മെഡിസിൻ ഭക്ഷണം കുറക്കുക, ഭക്ഷണം നിയന്ത്രിക്കുക എന്നതാണ്. ഡോക്ടർ പറഞ്ഞാൽ കേൾക്കാം, സിനിമാ സ്റ്റാർ പറഞ്ഞാൽ കേൾക്കാം, അള്ളാഹു പറഞ്ഞാലും റസൂല് പറഞ്ഞാലും ഇസ്ലാം പറഞ്ഞാലും കേൾക്കാൻ പലരും സന്നദ്ധരല്ല. സൽക്കാരത്തിന് ഭക്ഷണം ഉണ്ടാക്കണം, നല്ല ഭക്ഷണം, വിഭവങ്ങൾ. പക്ഷെ കഴിക്കുന്നവർ ശ്രദ്ധിച്ചു മാത്രം കഴിക്കണം എന്നാണ് ഹദീസുകളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നത്. ഫസുലുസുൻ ലി തആമിഹി വസുലുസുൻ ലി ശറാബിഹി വസുലുസുൻ ലി നഫസിഹി. വയറിന്റെ 1/3 ഭാഗം ഭക്ഷണത്തിനും 1/3 വെള്ളത്തിനും 1/3 ശ്വാസോച്ഛ്വാസത്തിനും. ഭക്ഷണം കൺട്രോൾ ചെയ്തേ പറ്റൂ. അത് പാലിച്ചാൽ ആരോഗ്യവാനായി ജീവിക്കാൻ സാധിക്കും. ആരോഗ്യത്തിന്റെ അടിസ്ഥാന കാരണം ഭക്ഷണം നിയന്ത്രിക്കുന്നതാണ്. കുലു വശ്റബു വലാ തുസ്രിഫു ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. അഅറാഫ് സൂറത്തിന്റെ 21-ാം സൂക്തമാണിത്. നിങ്ങൾ ഭക്ഷണം കഴിക്കുക, വെള്ളം കുടിക്കുക, അമിതമാകരുത്. തീറ്റക്കും കുടിക്കും രണ്ടിനും ബാധകമാണ്
അമിതമാകരുത് എന്ന ഭാഗം. പലരും പറയാറുള്ളത് നന്നായി വെള്ളം കുടിക്കണം, ഭക്ഷണം കഴിക്കുന്നത് കുറക്കണമെന്ന് പറയുന്ന പലരും വെള്ളം കുടിക്കുന്നിടത്ത് കുറക്കണമെന്ന് പറയുന്നില്ല. ആവശ്യത്തിന് മാത്രം കുടിച്ചാൽ മതിയാകും. അതിലൊക്കെ ഒരു നിയന്ത്രണം വേണം. അൽഹിമ്യത്തു റഉസുദ്ദവാ വൽ മഇദത്തു ബൈതുദ്ദാ. പ്രതിരോധം അതാണ് ഏറ്റവും നല്ല മരുന്ന്. വയറ് നിറയെ ആഹരിക്കുക, വെള്ളം കുടിക്കുക, ഭക്ഷണം കഴിക്കുക എന്നുള്ളത് അത് രോഗത്തിന്റെ ഭവനമായി, കേന്ദ്രമായി മാറാൻ നിമിത്തമാകും. കഴിക്കുന്ന ഭക്ഷണം തന്നെ വിശുദ്ധമായതാകണം. നല്ല ഭക്ഷണം, പ്രോട്ടീനുള്ള ഭക്ഷണം, ഹലാലായ ഭക്ഷണം, ആരോഗ്യം ലഭിക്കുന്ന ഭക്ഷണം, സമീകൃത ആഹാരം. കുലൂ മിനത് ത്വയ്യിബാത്തി വഅമലൂ സ്വാലിഹ. വിശുദ്ധമായ നല്ലതായ ഭക്ഷണം കഴിച്ചാലേ നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിയൂ. കുലൂ മിനത് ത്വയ്യിബാത്തി മാ റസഖ്നാകും. സൂറത്തുൽ ബഖറ 57-ാം സൂക്തം. അല്ലാഹു നിങ്ങൾക്ക് നൽകിയ വിശുദ്ധ ഭക്ഷണത്തിൽ നിന്ന് നിങ്ങൾ കഴിച്ചോളൂ. അമിതമായ ആഹാര രീതിയാണ് നിരവധി രോഗങ്ങൾക്ക് കാരണമെന്ന് ഇസ്ലാം പറയുന്നു, ശാസ്ത്രം പറയുന്നു, ബുദ്ധിയും അത് തന്നെ സമ്മതിക്കുന്നു. ശരീരത്തെ ഘനമുള്ളതാക്കുകയും അനാവശ്യമായി തടി കൂടുകയും അങ്ങനെ ഹൃദയത്തെ കറുപ്പിക്കുകയും കടുപ്പിക്കുകയും ബുദ്ധിയെ നീക്കിക്കളയുകയും ഉറക്കത്തെ വലിച്ചുകൊണ്ടുവരികയും അതുപോലെ ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കാൻ മടി തോന്നിപ്പിക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങളൊക്കെ അമിതമായ ഭക്ഷണ രീതിയിലൂടെയും ആഹാരക്രമത്തിലൂടെയും ഉണ്ടായി വരും എന്നാണ് അനുഭവത്തിലൂടെ മഹാപണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നത്. രോഗമൊരിക്കലും ശിക്ഷയല്ല, അത് പരീക്ഷണമാണ്, രക്ഷയാണ്. യഥാർത്ഥത്തിൽ ഒരു രോഗവുമില്ലാതിരുന്നാൽ അനുഗ്രഹമോ അഭിമാനമോ ആയി ചിലരൊക്കെ കരുതാറുണ്ട്. എനിക്ക് യാതൊരു അസുഖവുമില്ല, ഞാൻ ഇതുവരെ ആശുപത്രിയിൽ പോയിട്ടില്ല എന്നൊക്കെ പലരും വലിയ വർത്തമാനം പറയാറുണ്ട്. അതൊരിക്കലും ശരിയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഗ്രാമീണനായ ആളുടെ അടുത്തുകൂടി നടന്നുപോയി. ഫഅഅജബഹു സിഹ്ഹതുഹു വജലദുഹു. അയാളുടെ തടിമിടുക്കും ആരോഗ്യവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിസ്മയിപ്പിച്ചു, അക്ഷരാർത്ഥത്തിൽ അത്ഭുതപ്പെടുത്തി. അപ്പൊ ഫദഅഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പുണ്യനബി അയാളെ വിളിച്ചു ചോദിച്ചു, മതാ അഹദസ്ത ഉമ്മു വിൽദം, നിനക്ക് മലമ്പനി അറിയുമോ? മലമ്പനി എന്താണെന്ന് മലമ്പനി നിനക്ക് ഉണ്ടായിട്ടുണ്ടോ? അപ്പൊ അദ്ദേഹം ചോദിച്ചു, അയ്യു ഷൈഇൻ ഹിയ, എന്താണത്? എനിക്കറിയില്ല, എനിക്കത് ഉണ്ടായിട്ടുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ചു കൊടുത്തു, സുഖ്നത്തുൻ ബൈനൽ ജൽദി വൽ ഇളാം, അത് എല്ലിന്റെയും തൊലിയുടെയും ഇടയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഒരു തരം ചൂടാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, മാലി ബിദാലിക അഹദ്, എനിക്ക് എന്റെ ജീവിതത്തിൽ ഒരിക്കലും അത് ഉണ്ടായിട്ടേയില്ല, പനി എന്താണെന്ന് പോലും എനിക്കറിയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. തിരുനബി അദ്ദേഹത്തോട് വീണ്ടും ചോദിച്ചു, ഒമാ അഹദസ്ത ബിസ്സുദാ, നിനക്ക് ചെന്നിക്കുത്ത് എന്താണെന്ന് അറിയുമോ? ചെന്നിക്കുത്ത്, അതായത് കടുത്ത തലവേദന, ഒരു പ്രത്യേക തരം തലവേദന. അപ്പോഴും അദ്ദേഹം തിരിച്ചു ചോദിച്ചു, എന്താണത്? എനിക്കതിനെ കുറിച്ച് യാതൊരു വിവരവുമില്ല. പുണ്യ റസൂൽ വിശദീകരിച്ചു കൊടുത്തു, റബ്ബാനി യകൂനു ഫിസ് സദ്ഗൈനി വറഅസ്, ചെന്നിക്കുത്ത് എന്ന് സാധാരണഗതിയിൽ പറയുന്ന ആ രോഗം, അത് രണ്ട് ചെന്നിയുടെ ഭാഗത്തു നിന്ന്, തലയുടെയും ചെന്നിയുടെയും ഭാഗത്തു നിന്നുള്ള ഒരു പ്രത്യേക തരം അടിയാണ്, അതായത് മിടിപ്പാണ്. അപ്പോഴും അദ്ദേഹം പറഞ്ഞു, മാലി ബിദാലിക അഹദ്, എനിക്കതറിയില്ല, എനിക്കതുണ്ടായിട്ടുമില്ല. ആ അഅറാബി അഭിമാനത്തോടെ അല്ലെങ്കിൽ അഹങ്കാരത്തോടെ മടങ്ങിപ്പോകുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികളോട് പറയുകയാണ്, മൻ യൻദുറു ഇലാ റജുലിൻ മിൻ അഹ്ലിൻ നാർ ഫൽയൻദുർ ഇലാ ഹാദാ. ഇമാം അഹ്മദ് ഈ ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്. നരകാവകാശിയായ ഒരാളെ കാണാൻ നിങ്ങൾക്ക് കൊതിയുണ്ടോ? ഈ മനുഷ്യനെ നോക്കിയാൽ മതി. ഇദ്ദേഹം സ്വർഗത്തിൽ കടക്കുന്നയാളല്ല, നരകത്തിലേക്ക് പോകാനുള്ള പ്രകൃതമാണ്, സ്വഭാവമാണ്, സംസാര ശൈലിയാണ്, മനോഭാവമാണ് ഇദ്ദേഹത്തിൽ നിന്ന് പ്രകടമായിട്ടുള്ളത്. ഒരിക്കൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ഏറ്റവും അടുത്ത അനുചരന്മാരായ സ്വഹാബികളോട് ചോദിച്ചു, അതുഹിബ്ബൂന അല്ലാ തംറളു, ഒരു രോഗവും ഉണ്ടാകാതിരിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണോ എന്ന് ചോദിച്ചു.
അവർ പറഞ്ഞു വല്ലാഹി ഇന്നാ ലനുഹിബ്ബുൽ ആഫിയ, അള്ളാഹുവാണ് സത്യം, ആരോഗ്യവാനായിരിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു വമാ ഖൈറുൻ അഹദിക്കും അല്ലാ യദ്കുറഹുല്ലാഹ്, അള്ളാഹുവിനെ ഓർക്കാതിരിക്കാനാണോ നിങ്ങൾ, അത് ഉത്തമമായിട്ടാണോ നിങ്ങൾ കാണുന്നത്? അള്ളാഹുവിനെ ഓർക്കാതിരിക്കൽ നിങ്ങൾക്ക് ഖൈറായിട്ടാണോ നിങ്ങൾ കാണുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അജബുൽ ലിൽ മുഅ്മിനി വജസഇഹി മിനസ് സഖം വലൗ കാന യഅലമു മാ ലഹു ഫിസ് സഖമി അഹബ്ബ അൻ യകൂന സഖീമദ് ദഹ്രി. ഒരു മുഅ്മിനായ മനുഷ്യന്റെ കാര്യങ്ങളൊക്കെ അത്ഭുതമാണ്. രോഗത്തിന്റെ അവസ്ഥയിൽ അവൻ പൊറുതികേട് കാണിക്കുന്നതിൽ അവന് വലിയ പ്രതിഫലമുണ്ടാകും. ആ സമയത്ത് ആ രോഗത്തിന്റെ പ്രയാസത്തിന് അവന് ലഭിക്കാൻ പോകുന്ന പരലോകത്ത് ലഭിക്കുന്ന ആനുകൂല്യവും പ്രതിഫലവും അവൻ അറിയുകയാണെങ്കിൽ എക്കാലത്തും രോഗിയായിരിക്കണം എന്നവൻ കൊതിച്ചു പോകും. അത്രമേൽ പ്രതിഫലമാണ് അവർക്ക് പരലോകത്ത് ലഭിക്കാൻ പോകുന്നത്. ഇദാ മരിദൽ അബ്ദു ഔ സാഫർ, ഒരടിമ രോഗിയാവുകയോ യാത്ര പോവുകയോ ചെയ്താൽ കുതിബ ലഹു മിസ്ല മാ കാന യഅമലു മുഖീമൻ സ്വഹീഹൻ, അവൻ നാട്ടിലായിരിക്കുമ്പോൾ ചെയ്യുന്ന കർമ്മങ്ങൾ എത്രയാണോ ആ കർമ്മങ്ങളുടെ പ്രതിഫലം യാത്രയിലും അവന് എഴുതപ്പെടും. ആരോഗ്യവാനായിരിക്കുന്ന സമയത്ത് ചെയ്ത കർമ്മങ്ങളുടെ അത്രയും പ്രതിഫലം രോഗമായ അവസ്ഥയിൽ ചെയ്യാത്ത അവസ്ഥയിലും അവന് അറിയാതെ ചെയ്യാതെ തന്നെ ലഭിക്കുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഇമാം ബുഖാരി 2992 നമ്പറായി ഈ ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്. ആ രോഗത്തിൽ അള്ളാഹു അവന്റെ രോഗം അവന് സുഖപ്പെടുത്തി കൊടുത്താലോ ഗസലഹു വതഹറഹു, അള്ളാഹു അവനെ ശരിക്കും ശുദ്ധീകരിക്കും. വഇൻ ഖുബിലഹു, ഇനി ആ രോഗത്തിൽ അവൻ മരിച്ചുപോയാലോ ഗഫറ ലഹു വറഹിമഹു, അള്ളാഹു അവന്റെ ദോഷം പുറത്തു കൊടുക്കുകയും അവൻ അള്ളാഹു പ്രത്യേകം കരുണ വർഷിക്കുകയും ചെയ്യും. അൽ മരീലു യുഹാത്തു ഖതായാഹു കമാ യതഹാത്തു വറഖുശ് ശജരി, മരത്തിന്റെ ഇലകൾ കൊഴിഞ്ഞു പോകുന്നത് പോലെ രോഗിയുടെ ദോഷങ്ങൾ രോഗത്തിന്റെ കാലത്ത് അള്ളാഹു കൊഴിച്ചു കളയും, ഒഴിവാക്കി കൊടുക്കും. രോഗികൾ അസ്വസ്ഥത പ്രകടിപ്പിക്കരുതെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ഞാൻ ഇങ്ങനെ ആയിപ്പോയല്ലോ എന്ന് ദുഷിപ്പ് പറയരുത്. അൻസാരിയായ ഒരാളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സന്ദർശിച്ചപ്പോ അയാൾ ഇങ്ങനെ നബിയോട് പറയുകയാണ്, പലരും പരാതി പറയാറുണ്ടല്ലോ, മാ ഗമൽതു മുൻദു സബ്ഇൻ, 7 ദിവസമായി ഞാൻ കണ്ണ് ചുമ്മിയിട്ടില്ല. വലാ അജിദു മൻ യഹ്ദുറുനി, എന്നെ സന്ദർശിക്കുന്ന ഒരാളെയും ഇതുവരെ കണ്ടിട്ടുമില്ല, എന്നെ കാണാൻ ആരും ഇതുവരെ വന്നിട്ടുമില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് പറഞ്ഞു അഖീ ഇസ്ബിർ, ക്ഷമിക്കൂ സഹോദര, തഖ്റുജു മിൻ ദുനൂബിക കമാ ദഖൽത ഫീഹാ, നിന്റെ ദോഷങ്ങളിൽ നിന്ന് നിന്നെ അല്ലാഹു പുറപ്പെടുവിക്കും. നീ ഈ രോഗത്തിൽ കടന്നപ്പോൾ നീ ദോഷിയായിരുന്ന പല ഘട്ടത്തിലും നിന്റെ ദോഷങ്ങളിൽ നിന്ന് അല്ലാഹു നിന്നെ പുറപ്പെടുവിക്കും. അതുകൊണ്ട് നീ ഒരിക്കലും പരാതി പറയരുത്, രോഗത്തിന്റെ അവസ്ഥയിൽ നീ പരിഭവപ്പെടരുത്. ഉമ്മുൽ മുസയ്യബ് റളിയല്ലാഹു അൻഹുവിനെ സന്ദർശിക്കാൻ ചെന്നപ്പോ അവരോട് റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, മാ ലക്കി തുസഫ്സിഫീന, എന്തു പറ്റി നിനക്ക് പനി പിടിച്ച് ഉറക്കുന്നുണ്ടല്ലോ? അപ്പോ അവര് പറഞ്ഞു അൽ ഹുമ്മ ലാ ബാറക്കല്ലാഹു ഫിഹാ, ഇതെന്തൊരു പനിയാണ്, ഭയങ്കരം പനി എന്ന് പ്രയാസപ്പെട്ടുകൊണ്ട് പറഞ്ഞപ്പോ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു ലാ തസുബ്ബിൽ ഹുമ്മ, ഒരിക്കലും നീ പനിയെ ചീത്ത പറയരുത്. ഫഇന്നമാ തുദ്ഹിബു ഖതായ ബനി ആദം കമാ യുദ്ഹിബുൽ കീറു ഖബസൽ ഹദീദ്, മുസ്ലിം 2575 നമ്പർ ഹദീസ്. പനിയെ ചീത്ത പറയരുത്, അത് ആദം സന്തതികളുടെ ദോഷത്തെ പോക്കിക്കളയും, ഇരുമ്പിന്റെ കീടത്തെ ഓലോക്ക് പോക്കിക്കളയുന്നത് പോലെ. എത്രയോ ഹദീസുകൾ സമാനമായി മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. സമയദൈർഘ്യം ഭയന്ന് തൽക്കാലം നമുക്ക് അവസാനിപ്പിക്കാം. അള്ളാഹു മഹാമാരികളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും നമ്മളെ എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.